ഫെയിലിയറുമായ ബുൾഡോസർ സുഗുണനെ തോൽപ്പിച്ചാൽ 1000 രൂപ ക്യാഷ് പ്രൈസ്. ഇത് രമേശിന്റെ അടുത്ത് പറയാം. ഈ വാർത്ത നീ കണ്ടോ? എനിക്ക് വാർത്ത കാണിച്ചു തന്നാലേ ഞാൻ അറിയത്തുള്ളൂ. അയ്യോ, ഇവൻ ബുൾഡോസർ അല്ല, ഗുണ്ടപ്പനാണ്, ഗുണ്ടപ്പൻ. അതിരിക്കട്ടെ, നീ എന്തിനാണ് ഈ വാർത്ത എനിക്ക് കാണിച്ചു തന്നത്? നീ വിചാരിച്ചാൽ തോൽപ്പിക്കാം. എനിക്കൊന്നും പറ്റില്ല, നീ വേറെ ആളെ നോക്ക്. നീ വിചാരിച്ചാൽ നിനക്ക് തോൽപ്പിക്കാൻ കഴിയും. നിനക്ക് തോൽപ്പിച്ചാൽ 10,000 രൂപ സമ്മാനത്തുക ലഭിക്കും. എന്നാ ശരി, നോക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യും, നീ അകത്ത് ചെന്നിട്ട് 2 മുട്ട അവിച്ചു കൊണ്ടുപോവാ. ഞാൻ അതുവരെയൊക്കെ എക്സസൈസ് ചെയ്യാം. അത് പൊരിക്കണോ? അവിച്ചു കൊണ്ട് തന്നാൽ മതി. നാളെ വൈകുന്നേരമാണ് പഞ്ചിങ്, 4 മണിക്ക്. ഓ ശരി, ഞാൻ കുറച്ചുകൂടെ എക്സസൈസ് ചെയ്യട്ടെ. ബുൾഡോസർ സുഗുണനും രമേശും തമ്മിലുള്ള വാശിയേറെ മത്സരം ഇവിടെ തുടങ്ങിയാണ്. റെഡിയാണല്ലോ? ഓക്കെ, റെഡി. ഓക്കെ, റെഡി. ആദ്യത്തെ റൗണ്ടിൽ ബുൾഡോസർ സുഗുണൻ ജയിച്ചിരിക്കുന്നു. ഈ റൗണ്ടിൽ ഞാൻ ജയിച്ചിരിക്കുന്നു. ഇനി അടുത്ത റൗണ്ടിൽ ആര് ജയിക്കുമെന്ന് നിങ്ങൾക്ക് കാണോ? എങ്കിൽ നാളെ വരിക. ആരമില്ല, രണ്ടുപേരും നല്ലതായിട്ട് കളിച്ചു. മസിലല്ല, ഉണ്ട. തോളിൽ കൈയിടാൻ ഇത് പറയാനാണ് തോളിൽ കൈയിട്ടത്. കളിയായ ഇങ്ങനെ തന്നെ പറ്റും കേട്ടാ. തോൽവിൽ നിന്നാണ് ജയം വരുന്നത്, അത് നിനക്കറിയാമോ? അത് നമുക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. അതെ, ഫൈനൽ റൗണ്ട് ഉണ്ടല്ലോ, അതിൽ നോക്കാം. ഫൈനൽ റൗണ്ടിലാണ് ക്യാഷ് പ്രൈസ് കിട്ടുന്നത്. ഇനി തളരാൻ പാടില്ല. ഞാൻ വീണ്ടും എക്സസൈസ് ചെയ്യട്ടെ. നീ വീടിനകത്ത് പൊയ്ക്കോ. 5 മുട്ട അവിച്ചു വന്നാണ് കേട്ടോ. ഓക്കെ. മുട്ട റെഡിയായി. റെഡിയായി. മുട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ബുൾഡോസറിനെ പാഠം എടുക്കണം. ഫൈനൽ റൗണ്ട് തുടങ്ങാൻ സമയമായിരിക്കുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ നമ്മുടെ രമേശ് ജയിച്ചിരിക്കുന്നു. ഇപ്പോൾ രമേശിന് ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ രമേശ് നമ്മുടെ അടുത്ത് ചില കാര്യങ്ങൾ പറയുന്നതായിരിക്കും. എന്നെ ഈ പഞ്ചിങ്ങിലേക്ക് നയിച്ചു വന്ന എൻ്റെ കൂട്ടുകാരനായ സോമന് ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഗുഡ് ബൈ. കൺഗ്രാജുലേഷൻ, നിനക്ക് വിജയത്തിന് അഭിനന്ദനം. നന്ദി.